വീണ വിജയന്റെ ഹർജി നാളെ കർണാടക ഹൈക്കോടതി തള്ളും. അത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത് എന്നാണ് അഡ്വക്കേറ്റും രാഷ്ട്രീയ നിരീക്ഷകനുമായ KM ഷാജഹാൻ മലയാളി വാർത്തയോട് പറഞ്ഞത്. അതായത് വീണ വിജയൻ ഓടിപ്പിടിച്ച് കർണാടക ഹൈക്കോടതിയിലേക്ക് പോയിട്ട് ഒരു കാര്യവുമില്ല. സമൻസ് SFIO കൊടുത്തിട്ടുണ്ട് എങ്കിൽ കേരള ഹൈക്കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പരാമർശങ്ങൾ കേരള ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ കർണാടക ഹൈക്കോടതിയും നിരീക്ഷിക്കും. തുടർന്നായിരിക്കും ഈ ഹർജിയിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നുള്ളത് കർണാടക ഹൈക്കോടതി തീരുമാനിക്കുന്നത്. എന്തായാലും കേരള ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ വീണ വിജയനും CMRLനും KSIDCക്കുമൊക്കെ എതിരായതുകൊണ്ട് കർണാടക ഹൈക്കോടതി ഈ കേസ് തള്ളും. പിണറായിയുടെ മകളുടെ കാര്യത്തിൽ നല്ല ഒന്നൊന്നര പണിയായിരിക്കും വരുന്നത്. എന്തായാലും KM ഷാജഹാൻ പറയുന്ന കാര്യങ്ങൾ അതാ പ്രേക്ഷകരുടെ മുന്നിലേക്കും കൂടി ഞങ്ങൾ എത്തിക്കുകയാണ്. അതായത് പിണറായി വിജയൻ മകൾ കുടുംബമൊക്കെ കാട്ടിക്കൂട്ടുന്ന കൊള്ളരതായ്മകൾ എന്തൊക്കെയാണ് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഇവർ ചെയ്യുന്നത്, അതിൻ്റെ ഒരു നേർചിത്രം തന്നെയാണ് KM ഷാജഹാൻ തൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നത്. ഇതില് നാളെ എന്ന് പറയുന്നത് പിണറായിയുടെ മകൾ വീണ വിജയന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള ദിവസം. അതായത് ഈ എക്സാലോജിക്ക് വിഷയത്തിൽ അന്വേഷണത്തിന്റെ ഉത്തരവ് റദ്ദാക്കണം എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായി വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കേണ്ടതില്ല എന്ന് കോടതി തീരുമാനിച്ചിരുന്നു. ആ ഹർജിയാണ് നാളെ കർണാടക ഹൈക്കോടതി എടുക്കാൻ പോകുന്നത്. സ്വാഭാവികമായും അതിൽ അവരുടെ ഹർജി തള്ളിയാൽ 1-2 ദിവസത്തിനുള്ളിൽ അവർ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ ഹർജി തള്ളുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തള്ളാനുള്ള സാധ്യതകളാണ് കൂടുതൽ എന്നാണ് നമുക്ക് പൊതുവിൽ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കുമ്പോൾ അത് കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിക്ക് മുഖ്യമന്ത്രിയാണോ മുഖ്യമന്ത്രിയുടെ മകളാണോ അന്വേഷണത്തിന് വിധേയമാകുന്നത് എന്നുള്ളത് കോടതിയെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല. കാരണം കോടതിയെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന പ്രകാരം നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള പരിഗണനയൊന്നും ഈ വനിതയ്ക്ക് കോടതിയിൽ ലഭിക്കാൻ പോകുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഏതാണ്ട് ഇതേ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ KSIDC തങ്ങൾക്കെതിരായിട്ടുള്ള അന്വേഷണം തടയണമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. ആ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ആ ആവശ്യം കേരള ഹൈക്കോടതി തള്ളിക്കളയുകയായിരുന്നു. ആ ആവശ്യം തള്ളിക്കളയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഹൈക്കോടതി നടത്തിയിട്ടുള്ള പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് ഭയക്കുന്നത്, മടിയിൽ കനമില്ലാത്തവർ വഴിയിൽ എന്തിനാണ് ഭയക്കേണ്ടത് എന്നുള്ള നിലയിലുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടാണ് KSIDCയുടെ ഹർജി ഹൈക്കോടതി തള്ളിയിട്ടുള്ളത്. സ്വാഭാവികമായും അത് കർണാടക ഹൈക്കോടതിയിൽ ഒരു പ്രസിഡൻസ് ആവാതെ കീഴ്വഴക്കമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതേ സാഹചര്യത്തിൽ ഇതേ അന്വേഷണം തടയണമെന്നും പറഞ്ഞ് കേരളത്തിലൊരു ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ ഹൈക്കോടതി ആ ആവശ്യം തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ അതേ സാഹചര്യത്തിൽ തന്നെ ഒരു ഹർജിയുമായി ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ ചെല്ലുകയാണ്. അതേ വിഷയത്തിൽ തന്നെ, അതേ അന്വേഷണത്തിൽ തന്നെ, അതേ അന്വേഷണത്തിലെ ഇരകൾ തന്നെയാണ് ചെല്ലുന്നത്. ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന് കേരള ഹൈക്കോടതിയിൽ ചെന്നു, ഒന്ന് കർണാടക ഹൈക്കോടതിയിൽ ചെല്ലുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സമാന സ്വഭാവത്തിലുള്ളതാണ്. അപ്പൊ സമാന സ്വഭാവത്തിലുള്ളതാണെന്ന് പറയുമ്പോൾ ഈ കേസിൽ കേരള ഹൈക്കോടതി എന്ത് സമീപനമാണ് എടുത്തത് എന്നുള്ളത് കർണാടക ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ കേസ് കർണാടക ഹൈക്കോടതിയിൽ തള്ളപ്പെടാനുള്ള സാധ്യതയാണ് കൂടുതലായി നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ തള്ളപ്പെട്ടാൽ ഉടനടി തന്നെ ഇവരെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് SFIO പോകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാല് 3 സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ജനുവരി 31 SFI അന്വേഷണം പ്രഖ്യാപിച്ചത്. അതിലൊന്ന് എന്ന് പറയുന്നത് CMRL, 2 എന്ന് പറയുന്നത്
പിന്നെ KSIDC, 3 എക്സാലോജിക്. അതിൽ KSIDCയിലും എക്സാലോജിക്കിലും ഇവരുടെ റെയ്ഡും കാര്യങ്ങളും എല്ലാം നടന്നു കഴിഞ്ഞു. KSIDCയിലും എക്സാലോജിക്കിൽ നിന്നും അവർക്ക് കിട്ടിയിട്ടുള്ള രേഖകളുടെ കൂടെ വെച്ചുകൊണ്ട് അവർക്കിനി ചോദ്യം ചെയ്യാനുള്ളത് എക്സാലോജിക്കിന്റെ ഭാരവാഹികളെ മാത്രമാണ്. എക്സാലോജിക് എന്ന് പറയുന്നത് ഒരു 1% കമ്പനിയാണ്. ആ 1% കമ്പനിയിൽ ഉള്ള ഒരേ ഒരു ഭാരവാഹി എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ മകൾ വീണ വിജയനാണ്. സ്വാഭാവികമായും CMRL നിന്നും KSIDCയിൽ നിന്നും കിട്ടിയ രേഖകളുടെ പശ്ചാത്തലത്തിൽ അവർക്ക് ഇനി ബാക്കിയുള്ള ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഒരു നടപടി എന്ന് പറയുന്നത് എക്സാലോജിക്കിന്റെ ഡയറക്ടറായിട്ടുള്ള വീണ വിജയനെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായും അവർ ചോദ്യം ചെയ്യുന്നതിനെതിരെ ഈ അന്വേഷണം റദ്ദാക്കണം എന്നൊക്കെ പറഞ്ഞു കർണാടക ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള പിന്നെ ഹർജി തള്ളപ്പെടുകയാണെങ്കിൽ 100% അവരെ ചോദ്യം ചെയ്യും എന്നുള്ളത്. അവരെ ചോദ്യം ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ചോദ്യം ചെയ്യുകയും അവർ കൊടുത്തിട്ടുള്ള രേഖകൾ തൃപ്തികരമല്ല എന്ന് SFIOയ്ക്ക് തോന്നുകയും ചെയ്താൽ SFIOയ്ക്ക് അറസ്റ്റിന് അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അറസ്റ്റിലേക്ക് പോകാൻ വേണേ കഴിയും. കാരണം ഈ അവർ കൊടുത്തിരിക്കുന്ന അവര് ആവശ്യപ്പെട്ടിരിക്കുന്ന രേഖകൾ ഇവർ സമർപ്പിച്ചിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളതാണ് അവിടെ നിർണായകമായിട്ട് വരുന്നത്. സ്വാഭാവികമായും അത് സമർപ്പിച്ചിട്ടില്ല എന്നാണെങ്കിൽ ഒരു സംശയം വേണ്ട, അവർക്ക് അറസ്റ്റിലേക്ക് പോകാൻ കഴിയും. അതുകൊണ്ട് തന്നെ നാളത്തെ കർണാടക ഹൈക്കോടതിയിലെ നാഗപ്രസന്ന എന്ന് പറയുന്ന ജഡ്ജിയുടെ മുമ്പിലിരിക്കുന്ന ആ കേസിലെ കണ്ടെത്തലുകൾ, തീരുമാനങ്ങൾ പിണറായി വിജയന്റെ മകളെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. അത് പിണറായി വിജയന്റെ മകളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. കാരണം മുഖ്യമന്ത്രിയുടെ മകൾ ഒരു അഴിമതി കേസിൽ ചോദ്യം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ നില വലിയ തോതിൽ പരിങ്ങലിലായിരിക്കും എന്നുള്ളത് കൊണ്ട് അത് വളരെ നിർണായകമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടി ചർച്ച ചെയ്യപ്പെടാനുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, വീണ വിജയന്റെ വിഷയത്തിൽ വീണ വിജയനെ തീർത്തും ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു രേഖ പാർട്ടി തയ്യാറാക്കി താഴത്തേക്ക് കൊടുത്തിരിക്കുകയാണ്. അതുകൂടി ചർച്ചാ വിഷയമാക്കിയേ പറ്റുള്ളൂ. അപ്പം ആ കൊടുത്തിരിക്കുന്ന രേഖയിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീണ വിജയന്റെ വിരൽ തുമ്പിലാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളിതുവരെ പിണറായി വിജയന്റെ വിരൽ തുമ്പിലായിരിക്കും പാർട്ടി എന്നാണ് വിചാരിച്ചത്. പക്ഷെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വീണ വിജയന്റെ വിരൽ തുമ്പിലാണ് കേരളത്തിലെ പാർട്ടി എന്നാണ്. അതായത് വീണ വിജയൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും, വീണ വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും, വീണ വിജയൻ കിടക്കാൻ പറഞ്ഞാൽ കിടന്നുരുളുകയും ചെയ്യുന്ന ഒരു പാർട്ടിയായി CPM അധപ്പതിച്ചു, ജീർണിച്ചു എന്നുള്ളതാണ് വീണ വിജയൻ വിഷയത്തിൽ പാർട്ടി താഴോട്ട് കൊടുത്തിട്ടുള്ള രേഖയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ തന്നെ നേരത്തെ ചർച്ച ചെയ്തതുപോലെ കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ വിഷയം വന്നപ്പോൾ അത് കോടിയേരി ബാലകൃഷ്ണൻ തന്നെ കൈകാര്യം ചെയ്യണം, പാർട്ടി കാര്യമല്ല എന്ന് പറയുകയും കോടിയേരി ബാലകൃഷ്ണൻ നാണം കെട്ട് ലജിച്ച് തലകുനിച്ച് പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെക്കേണ്ടി വരികയും ചെയ്തു. ഏതാണ്ട് അതേ സമാനമായ സാഹചര്യങ്ങളാണ് പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. കാരണം കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി. ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾക്ക് ആരോപണം ഉണ്ടായി, അയാൾ ജയിലിലാകുന്ന വിഷയം വന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ രാജിവെച്ചു. പിണറായി വിജയന്റെ മകളും സ്വകാര്യമായിട്ട് ഒരു കമ്പനി തുടങ്ങുകയാണ് ചെയ്തത്. അപ്പൊ സ്വാഭാവികമായും അവരത് ചോദ്യം ചെയ്യാൻ പോവുകയാണ്. അവരെ ചോദ്യം ചെയ്താൽ സ്വാഭാവികമായും പിണറായി വിജയൻ രാജിവെച്ച് പോകേണ്ടതാണ്. കാരണം പിണറായി വിജയന്റെ മകളും വീണ വിജയനും കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയും ചെയ്തിട്ടുള്ള ബിസിനസ്സുകളുടെ സമാന സ്വഭാവമാണ്. രണ്ടും സ്വകാര്യമായി തുടങ്ങിയിട്ടുള്ള ബിസിനസ്സുകളാണ്. പക്ഷേ കോടിയേരി ബാലകൃഷ്ണ വിഷയം വന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞ പാർട്ടി വീണ വിജയന്റെ വിഷയം വരുമ്പോഴത്തേക്ക് വീണ വിജയനെ നാണം കെട്ടും ന്യായീകരിക്കുന്ന പാർട്ടി രേഖയാണ് താവത്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് 2 കാര്യം പറയുന്നത് എന്താണ്? ഒന്ന്, വീണ വിജയന് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ള അവസരം ഇൻകം ടാക്സ് ഇന്റർം സെറ്റിൽമെന്റ് ബോർഡ് കൊടുത്തില്ല എന്നുള്ളതാണ്. അത് ശുദ്ധ അസംബന്ധവും നട്ടാൽ കുരുക്കാത്ത നുണയുമാണ്. കാരണം ഇൻകം ടാക്സ് ഇന്റർം സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ 100 കോടി രൂപ ടാക്സ് ഉണ്ട്. ആ 100 കോടി രൂപ ടാക്സ് അടച്ചു കഴിയുമ്പോഴത്തേക്കും ഇൻകം ടാക്സ് വന്നിട്ട് പറയണം, അല്ല നിങ്ങൾ 150 കോടി നിങ്ങൾക്ക് ടാക്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ ആ 150 കോടി എനിക്ക് ഉണ്ടായിരുന്നു, അത് ഇന്ന കാരണം കൊണ്ട് ഞാൻ അത് ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിച്ചില്ല, ആ 50 കോടിയും കൂടെ ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞ് അതിന്റെ ഫൈനും കൂടെ മേടിച്ചു പോകുന്ന സെറ്റിൽമെന്റ്, അതായത് നിങ്ങൾ അടയ്ക്കാത്ത നികുതിക്കുള്ള സെറ്റിൽമെന്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു കമ്മീഷനാണ് ഇൻകം ടാക്സ് ഇന്റർം സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറയുന്നത്.
അവിടെ എന്താ സംഭവിച്ചത്? അവിടെ വീണാ വിജയന്റെ വീട്ടിൽ CMRL റെയ്ഡ് നടത്തിയപ്പോൾ പിണറായി വിജയന്റെ മകളുടെ ഇതുമായി ബന്ധപ്പെട്ട് രേഖ കിട്ടി. ആ രേഖ കിട്ടിയപ്പോൾ അതിനകത്തുനിന്ന് അനധികൃതമായി ഇവർക്ക് 1,72,00,000 രൂപ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചു. അത് സെറ്റിൽ ചെയ്യാനായിട്ട് CMRL ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിൽ കൊണ്ടുപോയിട്ടുള്ള രേഖകളിൽ അത് ഉൾപ്പെട്ടിട്ടില്ലായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് ഈ വീണാ വിജയനും കമ്പനിക്കും കൊടുത്തിട്ടുള്ള 1,72,00,000 രൂപയുടെ ഈ പണം അനധികൃതമാണ് എന്നുള്ള നിലപാടിൽ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് അവിടെ എത്തിയത്. അപ്പൊ ആ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ മുന്നിൽ വീണാ വിജയന് തന്റെ കേസ് അവതരിപ്പിക്കാനുള്ള ഒരു സാധ്യതയും അതിനകത്തില്ല. അത് ആ ബോർഡിന്റെ പരിധിയിലോ ജൂറിസ്ഡിക്ഷനിലോ വരുന്നതുമല്ല. ഇനി രണ്ടാമത് എന്താ പറയുന്നത്, ഇത് പിന്നെ CMRL പോലും എതിർത്തിട്ടില്ല എന്നാ പറഞ്ഞത്. അതെന്തൊരു അസംബന്ധമാണ്. അതായത് ഇപ്പം പിന്നെ അദാനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദാനിയിൽ നിന്ന് BJP നരേന്ദ്രമോദി കൈക്കൂലി മേടിച്ചു എന്ന് പറയുന്ന ഒരു വിഷയം വരുമ്പോൾ അതിന് മറുപടിയായിട്ട് BJP വന്നിട്ട് മോഡി കൈക്കൂലി മേടിച്ചെന്ന് അദാനി പോലും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നതിന് തുല്യമാണ് ഇവിടെ. CMRL പരാതിയില്ല എന്ന് പറഞ്ഞു. CMRL ആളുകൾക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ CMRL എങ്ങനെ പരാതി ഉണ്ടാക്കും? അത് ശുദ്ധാക്കുമെന്ന്. 3, ബാങ്കിൽ കൂടാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. ബാങ്കിൽ കൂടാണ് അനധികൃതമായി ട്രാൻസാക്ഷൻ നടത്തിക്കൂടെ? അപ്പൊ ആ നിലയിൽ ഏറ്റവും തരം താഴ്ന്നും ജീർണിച്ചും പിണറായി വിജയന്റെ മകളെ ന്യായീകരിക്കുന്ന ഒരു നിലയിലേക്ക് പോയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിണറായി വിജയന്റെ CPM എന്ന് പറഞ്ഞ പാർട്ടി പിണറായി വിജയന്റെ അല്ല, പിണറായി വിജയന്റെ മകളുടെ വിരൽത്തുമ്പിൽ കളിക്കുന്ന ഒരു പാവയാണ് CPM എന്ന് ഞാൻ പറയാൻ കാരണം. അതാണ് ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടി. രണ്ടാമത്തെ ചോദ്യത്തിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളത്തിലെ ഗവൺമെന്റ് എന്ന് പറയുന്നത് പിണറായി വിജയന്റെ തറവാട്ട് സ്വത്തായിട്ടാണ് പിണറായി വിജയൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ എത്രയോ വിഷയത്തിൽ നമ്മൾ കാണുന്നതാണ്. ഇവിടെ 6 മാസമായിട്ട് പെൻഷൻ കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. 90 വയസ്സുള്ള ഒരു സ്ത്രീ റോഡിലിറങ്ങി സമരം ചെയ്യുന്നു. കോഴിക്കോട് ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യുന്നു. കുറച്ചാൾ മുമ്പ് മറിയക്കുട്ടി റോഡിൽ ഇറങ്ങിയത് നമ്മൾ കണ്ടു. 6 മാസമായിട്ട് പെൻഷൻ കൊടുക്കുന്നില്ല. ആ പെൻഷൻ തുക എന്ന് പറഞ്ഞാൽ എത്രയാ? വെറും 1,600 രൂപയാണ്. 1,600 രൂപ എന്നാണ് പിച്ചക്കാശില്ലേ ഇന്നത്തെ സാഹചര്യത്തിൽ? ഇന്ന് പൊതുവിതരണ സമ്പ്രദായങ്ങൾ വിൽക്കുന്ന റേഷൻ കടകളിൽ നിത്യോപയോഗ സാധനങ്ങൾ കിട്ടാനുണ്ടോ? സപ്ലൈകോയിൽ നിത്യോപയോഗ സാധനങ്ങൾ കിട്ടാനുണ്ടോ? പൊതുവിപണിയിൽ അതിഭീകരമായിട്ടുള്ള വിലക്കയറ്റമല്ലേ ഉള്ളൂ. ആ സാഹചര്യത്തിൽ 1,600 രൂപയ്ക്ക് 16,000 രൂപ കിട്ടിയാൽ പോലും ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് പാവപ്പെട്ട നിസ്വരായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ള 1,600 രൂപ പോലും കൊടുക്കാതിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിന് അകത്തേക്ക് മരച്ചില്ലകൾ വെട്ടി മാറ്റാൻ വേണ്ടിയിട്ട് 1,77,000 രൂപയും, മുഖ്യമന്ത്രിയുടെ വീട്ടിലെ കർട്ടന് 7 ലക്ഷം രൂപയും, മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ജനറേറ്റ് വെക്കാനായിട്ട് 5 ലക്ഷം രൂപയും, മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ ടാറിട്ട റോഡുണ്ടാക്കാനായിട്ട് 13 ലക്ഷം രൂപയും, മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ചാണക കുഴിക്ക് 3.25 ലക്ഷം രൂപയും ചെലവഴിക്കുന്ന നിലയിലുള്ള കാര്യങ്ങൾ പോകുന്നു. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് 3.25 ലക്ഷം രൂപ ട്രീറ്റ്മെന്റ് ചെലവായെന്നാണ്. എന്താണ് അവർക്ക് അസുഖം? അവർക്ക് ഒരു അസുഖം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇത് മിക്കവാറും സുഖചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ആയുർവേദ റിസോർട്ടുകാരന് കൊടുത്ത കണക്കായിരിക്കും. അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ തറവാട്ട് സ്വത്താണ് കേരളത്തിലെ ഖജനാവ് എന്ന് കണ്ടുകൊണ്ട് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ദുരിതത്തിലാണ്ട് കിടക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് നാളെ ശമ്പളം കൊടുക്കാൻ പറ്റുമോ എന്നുള്ള സംശയമുള്ള സാഹചര്യത്തിൽ, കേരളത്തിൽ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റാത്തപ്പോഴും കേരളത്തിൽ ഉച്ചക്കഞ്ഞി കൊടുക്കാൻ പറ്റാതിരിക്കുന്നതുമായിട്ടുള്ള സാഹചര്യത്തിൽ, അതായത് KSRTCയിലെ 10,000-കണക്കിന് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും മാസം 2,000 ശമ്പളം കൊടുക്കുന്നു. അവിടുത്തെ 40,000-50,000 പേരുടെ പെൻഷൻകാർക്ക് 5-6 മാസമായിട്ട് പെൻഷൻ കിട്ടാതിരിക്കുന്നു. മുടിഞ്ഞ സാഹചര്യത്തിൽ സ്വന്തം വീടിനെ, സ്വന്തം ഖജനാവിനെ തറവാട്ട് സ്വത്തായി കണ്ടുകൊണ്ട് പിണറായി വിജയൻ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടെ ഇതിനെതിരായിട്ടുള്ള ഒരു വിമർശനവും ഇവിടെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗംഭീര അവസ്ഥ. പിണറായി വിജയന്റെ മകൾക്കെതിരെ ഇത്രയും ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും അവരെ എപ്പോൾ വേണമെങ്കിലും ചോദ്യം ചെയ്യാവുന്ന സാഹചര്യം ഉണ്ടായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷം പിണറായി ഒരു സമരാജ്ഞി എന്നും പറഞ്ഞ് ജാഥ നടത്തി തുടങ്ങിയിട്ടും പിണറായി വിജയൻ രാജിവെക്കണം എന്നുള്ള ആവശ്യം അവരിതുവരെ ഉന്നയിക്കുന്നില്ല. അപ്പം വളരെ അൺപ്രസിഡന്റ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. മനസ്സിലായി? ആ സാഹചര്യത്തിൽ കേരളത്തിൽ ഇതിനെതിരെ ഒരു ബദൽ ഉയർന്നു വരേണ്ട സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. ആ ബദൽ ഉയർന്നു വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പ്ലാറ്റ്ഫോമുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഭാഗവാക്കായിട്ടുള്ള സേവ് കേരള ഫോറം പോലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ തന്നെ ഇതിനെതിരായിട്ടുള്ളൊരു ബദൽ ശക്തി കേരളത്തിൽ വളർത്തിയെടുക്കാനും കേരളത്തിലെ ഭരണകൂടത്തിനെതിരെ അചഞ്ചലവും വിട്ടുവീഴ്ചയില്ലാത്തതുമായിട്ടുള്ള സമരം നടത്താനും വേണ്ടിയിട്ടുള്ള ഈ എന്തൊക്കെ ശ്രമങ്ങൾ നടത്താം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഗൗരവതരമായിട്ടുള്ള ആലോചനകളാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിന്റെ വിശദാംശങ്ങൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൊതുമണ്ഡലം അറിയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറും.